ഇനി മുതൽ സിക്ക് നോട്ട് കിട്ടൽ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. ഇത് നോട്ട് ഫിറ്റ് ഫോർ വർക്ക് അല്ലെങ്കിൽ സിക്ക് നോട്ട് കിട്ടണമെങ്കിൽ കുറച്ച് പാടുപെടും. കാരണം നമുക്ക് എന്തെങ്കിലും വയ്യായിക വന്നു കഴിഞ്ഞാൽ നമ്മൾ ജി പിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നോട്ട് ഫിറ്റ് ഫോർ വർക്ക് അല്ലെങ്കിൽ സിക്ക് നോട്ട് നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ജി പി ഇഷ്യൂ ചെയ്ത് വരുമായിരുന്നു. പക്ഷേ പുതിയ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ സെക്രട്ടറി വെസ്റ്റ് ഇറങ്ങി പുതിയൊരു പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ന്യൂ പൈലറ്റ് പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുകയാണ്. അതായത് അത്രയ്ക്ക് അർജന്റ് ഉള്ള കാര്യങ്ങൾക്ക് മാത്രമേ ജി പി വഴി ഇനി സിക്ക് നോട്ട് കിട്ടുള്ളൂ. അതായത് യു കെയിലുള്ള 15 റീജിയനിലാണ് ന്യൂ പൈലറ്റ് പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ആ പൈലറ്റ് പ്രോഗ്രാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മുതൽ വയ്യായിക വന്നു കഴിഞ്ഞാൽ അവർ കൂടുതലായിട്ടും കരിയർ അഡ്വൈസ്, ജോലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ കരിയർ അഡ്വൈസിലേക്ക് റെഫർ ചെയ്യും, അല്ലെങ്കിൽ ഹോളിസ്റ്റിക് അപ്രോച്ചിൽ റെഫർ ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും ജിം മെമ്പർഷിപ്പിന് വേണ്ടി റെഫർ ചെയ്യും. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ശാരീരിക അസ്വാസ്ഥ്യങ്ങളും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും വേദനകളൊക്കെ വന്നു കഴിഞ്ഞാൽ ജിം മെമ്പർഷിപ്പിന് വേണ്ടി റെഫർ ചെയ്യുകയാണ്. ഇത് പുതിയ സ്കീമാണ്. അതുകൊണ്ട് ഇനി ആരും പഴയ പോലെ തന്നെ സിക്ക് നോട്ട് ജീപ്പ് വഴി എടുക്കൽ നടക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 11 മില്യൺ ആൾക്കാരാണ് സിക്ക് നോട്ട് മേടിച്ചതെന്നാണ് പറയുന്നത്. അതിൽ 90% ജി പി ആണ് ഇഷ്യൂ ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ജി പിക്ക് അതിനെ ഇങ്ങനെ സിക്ക് നോട്ടൊക്കെ ഇഷ്യൂ ചെയ്യുന്ന വഴി അവർ പേഷ്യൻ്റ് കെയറിലെ കുറേ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പുതിയൊരു പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ NHS-ലുള്ള സ്റ്റാഫിന്റെ റേഷ്യോ കൂട്ടാനും കൂടിയാണ് ഈ ഒരു പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ യു കെയിലുള്ള 15 റീജിയനിലാണ് ഈ പുതിയൊരു പൈലറ്റ് സ്കീം ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ ഏതൊക്കെ റീജിയൻ ആണെന്നുള്ളത് ഞാൻ കമന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ റീജിയനിൽ ഇത് അഫക്റ്റ് ആണോ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക.